കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ പഞ്ചാബി എഴുത്തുകാരി. പത്മശ്രീയും പത്മവിഭൂഷണും പിന്നെ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും അടക്കം നേടിയ അസാമാന്യ സാഹിത്യകാരി. കഥ, കവിത, നോവൽ, ഉപന്യാസം എന്നിങ്ങനെ ഇവർ കൈവച്ചിട്ടില്ലാത്ത മേഖലകൾ ചുരുക്കമാണ്. പറഞ്ഞു വരുന്നത് അമൃത പ്രീതത്തെക്കുറിച്ചാണ്. റവന്യൂ സ്റ്റാമ്പ് എന്ന അവരുടെ ആത്മകഥ മലയാളത്തിൽ വിവർത്തനം ചെയ്തു വന്നത് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു കാണും. 2003 പുറത്തിറങ്ങിയ പിഞ്ചർ എന്ന വിഭജനം പ്രമേയമായ സിനിമ കണ്ടിട്ടുള്ള ചിലരെങ്കിലും അതിന്റെ ക്രെഡിറ്റ് റോൾസിലും ഈ പേര് കണ്ടു കാണും. ഏറ്റവും ഒടുവിലായി 2022 ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇലവിഴ പൂഞ്ചിറ എന്ന മലയാള സിനിമയിലും അമൃത പ്രീതം എന്ന എഴുത്തുകാരിയുടെയും അവരുടെ ജീവിതത്തിലെ പ്രണയത്തിന്റെയും സ്ഫുരണങ്ങളുണ്ട്. ഇത്രമേൽ പ്രണയിക്കപ്പെടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ഭൂതലത്തിൽ തന്നെ വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആദ്യ വിവാഹം അസംതൃപ്തികളിൽപ്പെട്ട് ഉലഞ്ഞുവെങ്കിലും അധികം വൈകാതെ അവർ പ്രണയം കണ്ടെത്തിയത് ഹിന്ദി സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാർ ലിറിസിസ്റ്റ് ആയിരുന്ന കബി കബി പോലുള്ള ഗാനങ്ങൾ എഴുതിയ സാഹിർ ലുധിയാൻവിയിലാണ്. ഗന്ധർവ പ്രണയം കൊണ്ട് അമൃതയെ സാഹിർ മൂടിയെങ്കിലും അതിനെ വിവാഹത്തിലേക്ക് വളർത്താൻ അയാൾ തയ്യാറായില്ല. പിന്നീട് അവരെ കാത്തിരുന്നത് ഇന്ദ്രജിത്ത് ഇമ്രോസ് എന്ന യുവ ചിത്രകാരന്റെ രൂപത്തിൽ ഒരായുഷ്കാലം നീണ്ടു നിൽക്കുന്ന നിസ്വാർത്ഥമായ പ്രണയമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ ബന്ധം 40 വർഷത്തോളം നീണ്ടുനിന്നു. സാഹിറിനെ അകമഴിഞ്ഞ് സ്നേഹിച്ച അമൃത, ആ പ്രണയം അറിഞ്ഞിട്ടും അമൃതയ്ക്ക് വേണ്ടി ആജീവനാന്തം നിലകൊണ്ട ഇമ്രോസ് അവരുടെ ജീവിതം നമുക്ക് മുന്നിൽ വെക്കുന്നത് നിസ്വാർത്ഥവും നിരുപാധികവുമായിട്ടുള്ള പ്രണയത്തിന്റെ അനന്യസുന്ദരമായ മാതൃകകളാണ്. അവിഭക്ത ഭാരതത്തിലെ ഗുജറൻവാല പട്ടണത്തിൽ അധ്യാപക ദമ്പതികളുടെ മകളായി ജനിച്ച അമൃത് കൗർ എന്ന പെൺകുട്ടി വളർന്നു വലുതായപ്പോൾ അമൃത പ്രീതം എന്ന പേരിൽ ലോകമറിഞ്ഞ ഒരു സാഹിത്യകാരിയായി മാറിയതിന്റെ കഥ. ഒരിറ്റു സ്നേഹത്തിനു വേണ്ടി ദാഹിച്ച് ഒരായുഷ്കാലം കഴിച്ചുകൂട്ടിയ അമൃതയുടെ ജീവിതത്തിലേക്ക് ആജീവനാന്ത വേദനയും വേദനയ്ക്കുള്ള ശമനവും സമ്മാനിച്ചുകൊണ്ട് കടന്നു വന്ന അപൂർവ പ്രണയങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അമൃത പ്രീതം തന്റെ ആത്മകഥയിൽ സ്വന്തം ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത് സ്വപ്നങ്ങളുടെ ലോകമെന്നാണ്. അതിനെ തന്നെ അവർ രണ്ടെന്ന് ഭാവിക്കുന്നുണ്ട്. ഒന്ന്, കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് കണ്ടു തീർത്ത സ്വപ്നങ്ങൾ. രണ്ട്, കണ്ണടച്ചു കണ്ട സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ തന്നെയാണ് തൻ്റെ തൂലികയിലൂടെ കവിതകളായും കഥകളായും നോവലുകളായും കടലാസിലേക്ക് ഊറി വന്നത് എന്നും അമൃത ആണയിടുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകത്തിൽ അന്നത്തെ അവിഭക്ത ഭാരതത്തിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഗുജറൻവാലയിൽ ധനികനായ ഒരു കുണ്ടിക കച്ചവടക്കാരൻ്റെ മകനായിരുന്നു അമൃതയുടെ അച്ഛൻ കർത്താർ സിംഗ് നന്ദ. അദ്ദേഹത്തിന് 4 സഹോദരന്മാരും ഒരു സഹോദരിയും ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 സഹോദരന്മാർ ആദ്യമേ മരിച്ചുപോയി. ശേഷിച്ച 2 പേരിൽ ഒരാൾ മദ്യത്തിനടിമയായി കുടുംബം ഉപേക്ഷിച്ചു. രണ്ടാമത്തെയാൾ ആധ്യാത്മികതയുടെ പാത സ്വീകരിച്ച് തനി സന്യാസിയായി വീട് വിട്ടിറങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വീട്ടിൽ ആകെ അടുപ്പമുണ്ടായിരുന്നത് സഹോദരി ഹാക്കോയോട് മാത്രമായിരുന്നു. ചേച്ചിയാകട്ടെ അദ്ദേഹത്തിന് ഏറെ പ്രിയവുമായിരുന്നു. എന്നാൽ അവർ ഒരു പ്രത്യേക തരക്കാരിയായിരുന്നു. തക്ക പ്രായത്തിൽ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ വരനായ ബേല സിംഗിനെ കണ്ട ഉടനെ അവർക്ക് ഇതല്ല തൻ്റെ പുരുഷൻ എന്ന് തോന്നി. വിവാഹശേഷം ആദ്യമായി പിതൃഗൃഹത്തിലെത്തിയ അവർ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു. പിന്നീട് അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ കൂട്ടാക്കുന്നില്ല. 40 ദിവസം അവർ തുടർച്ചയായി ഉപവാസത്തിലിരുന്നു. അതിനുശേഷം കാഷായ വസ്ത്രം ധരിച്ച് മുളപ്പിച്ച ധാന്യങ്ങൾ മാത്രം ആഹരിച്ച് ലളിത ജീവിതത്തിലേക്കും പ്രാർത്ഥനകളിലേക്കും കടക്കുന്നു. ചേച്ചിയോട് അടങ്ങാത്ത ഇഷ്ടമുണ്ടായിരുന്ന അനുജനും അതുപോലെ കാഷായ വസ്ത്രം ധരിക്കാനും ജീവിതശൈലികൾ അനുകരിക്കാനും തുടങ്ങി. എന്നാൽ ഈ സഹോദരി അധികം വൈകാതെ ഒരു ദിവസം അവിചാരിതമായി പിടികൂടിയ ജ്വരം മൂർച്ഛിച്ച് അകാലത്തിൽ പരമോദം പ്രാപിച്ചു. അത് ഏറ്റവും അധികം ബാധിച്ചത് അവരുടെ അനുജനെയാണ്. അതോടെ അവന്റെ ജീവിതത്തോടുള്ള വിരക്തി പൂർണ്ണമായി. ഹാക്കോ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ അമ്മാവനും അമ്മായിയും അമൃത്സറിലെ ഒരു പെൺകുട്ടിയുമായി കർത്താർ സിംഗിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ആത്മീയ ജീവിതത്തിൽ മുഴുകിയതോടെ കർത്താർ സിംഗ് ആ വിവാഹ കരാർ ഒഴിവാക്കി. തന്റെ പേരിലും സഹോദരിയുടെ പേരിലും ഉണ്ടായിരുന്ന സകല സമ്പത്തും ത്യജിച്ച് ആ യുവാവ് പൂർണ്ണമായും സന്യാസ മാർഗത്തിലേക്ക് തിരിഞ്ഞു. സന്ത് ദയാൽജി എന്നു പേരുള്ള ഒരു ആത്മീയാചാര്യന് ശിഷ്യപ്പെട്ട് സംസ്കൃതത്തിലും ബ്രജഭാഷയിലും അയാൾ അഗാധമായ പാണ്ഡിത്യം നേടി. ഒപ്പം ആയുർവേദത്തിലും അസാമാന്യമായിട്ടുള്ള പ്രാവീണ്യം നേടി. ബ്രജഭാഷയിൽ കവിതകളും എഴുതി തുടങ്ങി. അന്ന് അദ്ദേഹത്തിന് പ്രായം കഷ്ടിച്ച് 20 വയസ്സ് മാത്രമാണ്. കാണാൻ അസാമാന്യ സൗകുമാര്യമുണ്ടായിരുന്ന ഒരു കോമള പ്രകൃതനായിട്ടുള്ള യുവാവ്. തന്റെ സന്യാസ ജീവിതത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബാൽക്ക സാധു, നന്ദ സാധു എന്നൊക്കെയായിരുന്നു. അമൃതയുടെ അമ്മ രാജ് ബീബി ഗുജറാത്തിലെ മോങ്ക ജില്ലയിൽ നിന്നായിരുന്നു. ഒരു മാറ്റ കല്യാണമായിരുന്നു അവരുടേത്. വരൻ പട്ടാളക്കാരനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ യുദ്ധമുഖത്തേക്കൊന്നും പറഞ്ഞ് പുറപ്പെട്ടു പോയ ആളെപ്പറ്റി പിന്നീടൊന്നും ആരും കേട്ടതേയില്ല. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ തീർത്തും ശൂന്യവും വിരസവുമായി ഏറെക്കുറെ അകാല വൈധവ്യം ബാധിച്ച പോലെ തന്നെ ആയി പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം. ഇതിനിടെ രാജ് ബീബിയുടെ സഹോദരനും മരിച്ചുപോയി. അയാളുടെ ഭാര്യ രാജ് ബീബിയുടെ സഹോദര പത്നി വിധവയായി. അങ്ങനെ ഇവർ 2 പേരും ഗുജറൻവാലയിലെ ഒരു സ്കൂളിൽ അധ്യാപികമാരായി.
ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് എന്നും ഈ ദയാൽജിയുടെ ആശ്രമത്തിൽ കയറി അവിടുത്തെ സന്യാസിമാരെ പ്രണമിക്കുന്ന ഒരു പതിവ് ഈ യുവതികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2 യുവതികളും ഒരിക്കൽ ദയാൽജിയുടെ ആശ്രമത്തിൽ വന്ന അവസരത്തിൽ ആ ഗ്രാമത്തിൽ ഒരു മേഘവിസ്ഫോടനമുണ്ടായി. തുള്ളിക്കൊരു കുടം മഴ പെയ്തു. വിചാരിച്ച സമയത്ത് തിരികെ വീട്ടിൽ പോകാനാവാതെ ആ സ്ത്രീകൾക്ക് അന്ന് ആശ്രമത്തിനുള്ളിൽ തന്നെ തങ്ങേണ്ടി വന്നു. അങ്ങനെ കുടുങ്ങിയ സമയത്ത് അവർ ഗുരു ദയാൽജിയുമായി തങ്ങളുടെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങൾ പങ്കിട്ടു. അല്പനേരം കഴിഞ്ഞ് മഴ ഒന്ന് ശമിച്ചപ്പോൾ ദയാൽജി ശിഷ്യൻ നന്ദസാധുവിനെ വിളിച്ചു വരുത്തുന്നു. നന്നായിട്ട് കവിത ചൊല്ലും നന്ദസാധു. കവിതാലാപനം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന രാജ്ബീബി ആയിരുന്നു നന്ദസാധു കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം രാജ്ബീബിയിൽ മുഗ്ധനായി. കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാതെ നിന്നുപോയി. ദയാൽജി ഇതപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അപ്പോൾ ഒന്നും തന്നെ തന്റെ ശിഷ്യനോട് അധികം പറയുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ നന്ദസാധു ആലപിക്കാനായി തിരഞ്ഞെടുത്ത കവിതകളിൽ കാൽപ്പനിക പ്രണയം നിറഞ്ഞു തുളുമ്പുന്നതും ആ യുവാവിന്റെ കണ്ണുകൾ രാജ്ബീബിയെ തന്നെ പിന്തുടരുന്നതും ദയാൽജി ശ്രദ്ധിച്ചു. അല്പ ദിവസം കഴിഞ്ഞ് നന്ദയെ മാറ്റി നിർത്തി ദയാൽജി പറഞ്ഞു, മകനെ നന്ദ, നിനക്ക് ഈ സന്യാസ ജീവിതം ഇനി ചേരില്ല. കാഷായ വസ്ത്രമൊക്കെ മാറ്റി ഒരു വിവാഹം ചെയ്ത് നീ ജീവിക്കൂ. അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹാശസ്സുകളോടെ ദീക്ഷ ഉപേക്ഷിച്ച് രാജ്ബീബിയുടെ കയ്യും പിടിച്ച് നന്ദസാധു തിരികെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. രാജ്ബീബിയുടെ ആ വിവാഹം അന്ന് പഞ്ചാബി സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളുടെയും ലംഘനമായിരുന്നു. ഭർത്താവ് എവിടെയെന്ന് നിശ്ചയമില്ലാത്ത ഒരു വിവാഹിത വർഷങ്ങളോളം സന്യാസ ജീവിതം നയിച്ച ഒരു യുവാവിനെ ഭർത്താവായി സ്വയം തിരഞ്ഞെടുക്കുക എന്നത് വലിയൊരു വിപ്ലവം തന്നെ ആയിരുന്നു അന്ന്. കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന നേരം നന്ദസാധു എന്ന പേര് ചേരില്ല എന്ന് തോന്നി അദ്ദേഹം അത് തിരികെ കർത്താർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു. കവിത എഴുതുന്ന ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് സംസ്കൃത ഭാഷയിലുള്ള പീയൂഷ് എന്നൊരു തൂലികാ നാമം കൂടി ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 1919 ഓഗസ്റ്റ് 31 ജനിച്ച തന്റെ ആദ്യത്തെ പെൺകുഞ്ഞിന് തന്റെ തൂലികാനാമമായ പീയൂഷ് എന്നതിന്റെ പഞ്ചാബി പേരായ അമൃത് തന്നെയാണ് പേരായിട്ട് അദ്ദേഹം നിശ്ചയിക്കുന്നത്, അമൃത് കൗർ. അതിനുശേഷം അദ്ദേഹം തന്റെ തൂലികാനാമത്തെ ഹിത്കാരി എന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. 1919 ഇന്ത്യൻ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ഒരു വർഷമാണ്. അക്കൊല്ലമാണ് അമൃത്സറിൽ ജലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ചോര കൊണ്ട് കുറിക്കപ്പെട്ട ഒരു അധ്യായം അരങ്ങേറുന്നത്. അതേ വർഷം തന്നെ അമൃതയും ജനിച്ചു. പിറന്നു വീണ നിമിഷം തൊട്ട് തന്നെ കൊടുങ്കാറ്റുകളെ ഉള്ളിൽ പേറിയായിരുന്നു ആ മനുഷ്യജന്മത്തിന്റെയും പോക്ക്. അമൃതയ്ക്ക് 10.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അമ്മ പെട്ടെന്ന് കിടപ്പിലാവുന്നത്. കഷ്ടിച്ച് ഒരാഴ്ചയായപ്പോഴേക്കും അവർ മരണാസന്നയായി. എന്റെ ഭിന്ന എവിടെയെന്ന് അവർ മകളെ തിരക്കി. അമ്മയുടെ ഒരു കൂട്ടുകാരി അമൃതയെ തേടിപ്പിടിച്ച് കിടക്കക്കരിയിൽ കൊണ്ടു നിർത്തിയപ്പോഴേക്കും അമ്മയുടെ ബോധം മറഞ്ഞു കഴിഞ്ഞിരുന്നു. മോൾ, അമ്മയുടെ അസുഖം മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം കേൾക്കാതെ പോവില്ല എന്ന് ആ സ്ത്രീ അമൃതയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി കൈകൾ കൂപ്പി അന്നവൾ മനമുരുകി ദൈവത്തെ വിളിച്ചു. ദൈവമേ, എൻ്റെ അമ്മയെ മരിക്കാൻ അനുവദിക്കരുതേ എന്ന് അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വേദന കൊണ്ട് അത്രയും നേരം പൊളഞ്ഞിരുന്ന ആ സ്ത്രീയുടെ പിടച്ചിലുകൾ നിലച്ചു. ചുറ്റിനും വട്ടം കൂടി നിന്നിരുന്ന ബന്ധുക്കൾ ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങിയപ്പോഴാണ് എല്ലാം അവസാനിച്ചു എന്ന് അമൃതയ്ക്ക് ബോധ്യപ്പെടുന്നത്. അവൾ കോപം കൊണ്ട് കത്തി. ദൈവം ആര് പറഞ്ഞാലും കേൾക്കില്ല, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ പോലുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. വർഷങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവന്ന പ്രാർത്ഥനയും ധ്യാനവുമെല്ലാം അവൾ അന്നു മുതൽ ഉപേക്ഷിച്ചു. ദൈവമില്ല എന്ന് മനസ്സിൽ തോന്നിയത് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എതിർത്തവരോട് വീരോടെ തർക്കിച്ചു. അടിയുറച്ച വിശ്വാസിയായിരുന്ന അമൃതയുടെ അച്ഛന് പക്ഷേ അമ്മ പോയ സങ്കടത്തിന്റെ പുറത്താണെങ്കിലും മകൾ കൈക്കൊണ്ട നിലപാടിനെ അംഗീകരിക്കാനായില്ല. നീ ഇങ്ങനെ പറയരുത്, ദൈവം കോപിക്കുമെന്ന് അദ്ദേഹം അമൃതയെ ശാസിച്ചു. അതിന് അങ്ങനെ ഒരാൾ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കോപിക്കുമെന്ന് അവൾ മറുത്തു പറഞ്ഞു. സാധാരണയായുള്ള പ്രാർത്ഥനാ സമയങ്ങളിൽ അച്ഛൻ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു, അമൃത അവളുടേതിലും. കോപം സഹിക്കവയ്യാതെ ആകുമ്പോൾ അദ്ദേഹം മകളുടെ തോളിൽ അമർത്തിപ്പിടിച്ച് ചമ്മരം പടിഞ്ഞിരിക്കാൻ അവളെ നിർബന്ധിക്കും. എന്നിട്ട് ആജ്ഞാപിക്കും, കണ്ണുകളടയ്ക്ക് 10 മിനിറ്റ് ഏകാഗ്രതയോടെ ഇരിക്ക് എന്ന് ആവശ്യപ്പെടും. അച്ഛനെ കായികമായി എതിർക്കാനുള്ള ശേഷിയൊന്നും അന്ന് അമൃതയ്ക്കില്ല. ശാരീരികമായിട്ടുള്ള ഈ കീഴ്പ്പെടുത്തൽ അമൃതയുടെ കോപം ഇരട്ടിപ്പിച്ചതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞത് കേട്ട് കണ്ണടച്ച് ചമ്മരം പടിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തിന്റെ ചിന്ത പോലും അവൾ നിരസിക്കാൻ തുടങ്ങി. അങ്ങനെ നിർബന്ധപൂർവ്വം കണ്ണടച്ചിരിക്കേണ്ടി വന്ന ആ നിമിഷങ്ങളിലെ ഏകാന്തതയ്ക്ക് കൂട്ടുപോകാൻ അവൾ തന്റെ ആത്മാവിന് ഒരു നിഴലിനെ, ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ചു. അതായിരുന്നു രാജൻ. വീട്ടിനകത്തും പുറത്തും ഒരുപോലെ ഒറ്റപ്പെട്ട അമൃത തന്റെ വിഷമങ്ങളും ചിന്തകളും പങ്കുവെക്കാൻ വേണ്ടി ഉള്ളിലൊരു കൂട്ടുകാരനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. കോമള സ്വരൂപനായ ഒരു യുവാവ്. അയാൾ അമൃതയ്ക്ക് വേണ്ടി പ്രിയങ്കരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ മെനഞ്ഞു. അവൾ പാടിയ പാട്ടുകൾക്ക് കാതോർത്തു. അവളുടെ മനസ്സ് അന്ന് രാജനിൽ ഉറച്ചു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ച വർഷങ്ങളിൽ അമൃത രാജനോടൊപ്പം സഞ്ചരിച്ചു. വേനലിലും തണുപ്പിലും അതവൾക്ക് സ്ഥിരമായ ഒരു അനുഷ്ഠാനം പോലെയായി. രാത്രി ഉറങ്ങും മുമ്പ് ഗുരുഗ്രന്ഥ സാഹിബിലെ ഒരു കീർത്തനം മുഴുവനായിട്ടും മകൾ ചൊല്ലിത്തീർക്കണമെന്ന് അന്ന് കർത്താർ സിംഗിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ചൊല്ലിയാൽ മനസ്സിൽ അതൊരു കോട്ടയായി ഉയർന്നു നിൽക്കുമെന്നും
ദുസ്വപ്നങ്ങളെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുമാണ് മുതിർന്നവർ അമൃതയോടൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. രാജനും ആ കോട്ടയ്ക്ക് പുറത്താകും. അതുകൊണ്ട് ഈ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ സന്ധ്യാനേരത്തെ നിർബന്ധിത കീർത്തനാലാപനങ്ങൾക്കിടയിൽ ഏതെങ്കിലുമൊക്കെ ഈരടികൾ അമൃത മനഃപൂർവ്വം ഒഴിവാക്കും. എങ്കിലല്ലേ രാജന് സ്വപ്നത്തിൽ അവൾക്കരികിൽ എത്താൻ സാധിക്കൂ. കുട്ടിക്കാലത്തെ നല്ലൊരു ഭാഗം അമൃത ചെലവിടുന്നത് അമ്മൂമ്മയ്ക്കൊപ്പമാണ്. അന്ന് ജാതിയുടെ പേരിലുള്ള അനാചാരങ്ങൾ പലതും നിലവിലുള്ള കാലമാണ്. അമൃത നോക്കുമ്പോൾ പാത്രങ്ങളും ഗ്ലാസുകളും മറ്റും വെച്ചിരുന്ന അലമാരയുടെ മൂലയ്ക്കൽ 3 ഗ്ലാസുകൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടു. അമൃതയുടെ അച്ഛനെ കാണാൻ വരുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് ചായയും ലസ്സിയും മറ്റും നൽകിയിരുന്ന ഗ്ലാസുകളാണത്. അവർ പോയി കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ ആ ഗ്ലാസുകൾ കഴുകി വൃത്തിയാക്കി വീണ്ടും അസ്പൃശ്യമായിട്ടുള്ള അതേ സ്ഥലത്ത് കമഴ്ത്തി വെക്കും. അതിന്റെ പേരിൽ അമൃത സ്ഥിരമായിട്ട് അമ്മൂമ്മയുമായിട്ട് കലഹിക്കുമായിരുന്നു. യുദ്ധം ആരംഭിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ആ 3 ഗ്ലാസുകളിൽ ഒന്നിലല്ലാതെ വെള്ളം കുടിക്കില്ല എന്നായി അമൃതയുടെ ശാഠ്യം. മുസ്ലിങ്ങൾ കുടിച്ച് അശുദ്ധമാക്കിയ ഗ്ലാസിൽ കൊച്ചുമകൾ വെള്ളം കുടിക്കുന്നതിനേക്കാൾ അമ്മൂമ്മയ്ക്ക് ഇഷ്ടം അവൾ ദാഹിച്ചു പൊരിയുന്നതായിരുന്നു എന്ന് അമൃതപ്രീതം തന്റെ ആത്മകഥയായിട്ടുള്ള രസീതി ടിക്കറ്റിൽ എഴുതുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ അമൃതയുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള അമ്മൂമ്മയുടെ പരാതി അവളുടെ അച്ഛൻ്റെ അടുത്തെത്തുന്നു. മകളെ ശാസിക്കുകയല്ല അച്ഛൻ അതറിഞ്ഞപ്പോൾ ചെയ്തത്. അന്നേ വരെ അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ആശയം തോന്നിയിരുന്നില്ല. അദ്ദേഹവും ഇതിൽ അമൃതയോടൊപ്പം ചേർന്നു. ഒടുവിൽ അവർ ഈ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വീട്ടിൽ ഒരു പാത്രവും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ മുദ്ര കുത്തപ്പെട്ടില്ല. ആർക്കു വേണ്ടിയാണോ അന്ന് ഗ്ലാസുകൾ മാറ്റിവെക്കപ്പെട്ടത് അതേ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും അമൃതയുടെ പിൽക്കാല പ്രണയി എന്ന് അമ്മൂമ്മയോ അച്ഛനോ അമൃത തന്നെയോ അന്ന് അറിഞ്ഞിരുന്നില്ല. രാജ്ബീബിയുടെ മരണശേഷം കർത്താർ സിംഗ് താമസം ഗുജ്റാൻ വാലിയിൽ നിന്ന് ലാഹോറിലേക്ക് മാറ്റി. നന്ദസ്വാമി സന്യാസം വെടിഞ്ഞ് കർത്താർ സിംഗ് എന്ന പേരും സ്വീകരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത് പത്നി രാജ്ബീബിക്ക് വേണ്ടിയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം പ്രചോദനമായി കൂടെ നിന്ന ഭാര്യ അകാലത്തിൽ വേർപെട്ടു പോയപ്പോൾ കർത്താർ സിംഗിന്റെ സ്വഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്തോ ഒരു കുറ്റബോധവും പേറിക്കൊണ്ട് എന്ന മട്ടിലായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. വീണ്ടും സർവ്വസംഘ പരിത്യാഗത്തിന്റെ വഴിയിലായി അദ്ദേഹം. കാഷായമൊന്നും ഇക്കുറി അണിഞ്ഞില്ല എങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു വൈരാഗിയായിട്ട് മാറി. ലോകത്തിൽ മകൾ അമൃത മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേ ഒരു ചങ്ങല. മകളോടുള്ള സ്നേഹം ഒരു വശത്തും എല്ലാം പരിത്യജിക്കാനുള്ള ത്വര മറുവശത്തു നിന്ന് വടംവലി നടത്തി അദ്ദേഹത്തെ കുഴക്കി. രാത്രി മുഴുവനും അദ്ദേഹം ഇരുന്ന് എഴുത്തു തന്നെയാണ്. പകൽ നേരങ്ങൾ ഉറങ്ങി കഴിച്ചു കൂട്ടും. ആ വീട് മുഴുവനും പുസ്തകങ്ങളാണ്. ഈ കൂട്ടത്തിൽ ഒരു പുസ്തകം മാത്രമാണ് താനെന്ന് അന്ന് കുഞ്ഞ് അമൃതയ്ക്ക് തോന്നിയിരുന്നു. ഉള്ളിലെ താളുകൾ ശൂന്യമായ ഒരു പുസ്തകം. വീട്ടിലെ ഏകാന്തതയിൽ ഏറെ നേരം ആരോരുമില്ലാതെ ചെലവിട്ട ഒടുവിൽ എപ്പോഴോ അമൃത ആ ഒഴിഞ്ഞ പേജുകളിൽ എന്തൊക്കെയോ കുറിക്കാൻ തുടങ്ങി. മകളുടെ സാഹിത്യവാസന നേരത്തെ കൂട്ടി തിരിച്ചറിയുന്ന അച്ഛൻ താളത്തെയും വൃത്തത്തെയും പ്രാസത്തെയും കുറിച്ച് അവൾക്ക് അറിവ് പകർന്നു കൊടുത്ത ശേഷം കവിതകളിലൂടെ ആത്മാവിഷ്കാരം നടത്താൻ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ മകൾ എന്തെഴുതണം എന്തെഴുതരുത് എന്ന കാര്യത്തിൽ കടുത്ത യാഥാസ്ഥിതിക നിഷ്കർഷകളും കർത്താർ സിംഗ് വെച്ചു പുലർത്തിയിരുന്നു. അച്ഛൻ്റെ ഈ നിയന്ത്രണങ്ങളോട് കലഹിച്ചുകൊണ്ടാണ് അമൃത സത്യത്തിൽ കവിതകൾ എഴുതി തുടങ്ങുന്നത്. 16-ാം വയസ്സിൽ അമൃത സ്വന്തമായി ഒരു കവിത എഴുതി. നിരസിക്കപ്പെട്ട ആഗ്രഹങ്ങളുടെ കുരിശു പേറുന്നവയായിരുന്നു തൻ്റെ ആദ്യ കവിതകളെന്ന് അമൃത തന്നെ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഇതേ 16-ാം വയസ്സിൽ അമൃതയുടെ വിവാഹവും നടക്കുന്നു. അമൃതയ്ക്ക് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ അന്നേ യുവാവായിരുന്ന പ്രീതം സിംഗുമായി അവളുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചിരുന്നു കർത്താർ സിംഗ്. അമൃതയേക്കാൾ നല്ല പ്രായവ്യത്യാസമുള്ള ഒരാളായിരുന്നു പ്രീതം. പ്രകടമായ പ്രായവ്യത്യാസത്തിനു പുറമെ പ്രീതം സിംഗിന്റെയും അമൃതയുടെയും ആന്തരിക ലോകങ്ങൾ ഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. സ്വന്തം വീട്ടിലേതിനേക്കാൾ കടുത്ത യാഥാസ്ഥിതികത നിലനിന്നിരുന്ന ഭർത്തു വീട്ടിൽ അമൃതയുടെ ഒറ്റപ്പെടൽ രൂക്ഷമായി. അവൾക്ക് ശ്വാസം മുട്ടി. എഴുത്തിന് വിലക്കുണ്ടായിരുന്നില്ല എന്നത് മാത്രമായിരുന്നു ഒരേ ഒരു ആശ്വാസം. പുസ്തക കച്ചവടമായിരുന്നു പ്രീതം സിംഗിന്. അമൃത അക്കാലത്ത് എഴുതിയതിലധികവും സിഖ് ഗുരുക്കന്മാരുടെ അവദാനമായിരുന്നു. അവയുടെ വിപണന സാധ്യത തിരിച്ചറിഞ്ഞ പ്രീതം സിംഗ് അമൃതയെ കൂടുതൽ കവിതകൾ എഴുതാൻ പ്രോത്സാഹിപ്പിച്ചു. ആ കവിതകളുടെയും കീർത്തനങ്ങളുടെയും ഒക്കെ സമാഹാരമാണ് അമൃതയുടെ ആദ്യത്തെ പുസ്തകം 1936 ഇറങ്ങിയ അമൃത് ലഹ്റാൻ. അതടക്കം കവിതയും കഥയുമായി അമൃതയുടെ ആദ്യത്തെ അരഡസൻ കൃതികൾ പ്രീതം സിംഗ് തന്നെയാണ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. 1938 അമൃതയ്ക്ക് പ്രീതം സിംഗിൽ നവരാജ് എന്നൊരു ആൺകുഞ്ഞും ജനിക്കുന്നു. 40കളുടെ തുടക്കം തൊട്ട് അമൃത പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെന്റുമായി അടുത്ത ബന്ധം പുലർത്തി പോന്നിരുന്നു. ആ ബാന്ധവം അമൃതയുടെ ചിന്തകളിൽ ഉണ്ടാക്കിയ അനുരണനങ്ങളാണ് ലോക് പീഡ അഥവാ മനുഷ്യരുടെ വേദന എന്ന പേരിൽ 1944 പുറത്തിറങ്ങിയ കവിതാ സമാഹാരത്തിലെ 43 ബംഗാൾ ക്ഷാമത്തെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള കവിതകളിൽ നമുക്ക് കാണാനാവുക. 1947 അമൃതയ്ക്ക് വയസ്സ് 28. ഇന്ത്യ മഹാരാജ്യം വിഭജനമെന്ന ആറാത്ത മുറിവിലൂടെ കടന്നുപോകുന്ന കാലം. പരസ്പരം പോരടിക്കാൻ വാളോങ്ങി നിന്ന ജനങ്ങളുടെ ആവേശത്തിൽ നാട്ടിലെ സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഛിന്ന ഭിന്നമാകുന്നു.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും എല്ലാമായി ഏകദേശം 10 ലക്ഷത്തിൽ പരം പേരാണ് വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളിൽ കൊല ചെയ്യപ്പെടുന്നത്. അമൃത അന്ന് ദില്ലിയിലായിരുന്നു. ലാഹോർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ല എന്ന് ഉറപ്പായതോടെ 1947 മെയ് മാസത്തിൽ തന്നെ അമൃതയും കുടുംബവും ദില്ലിയിലേക്ക് പോന്നിരുന്നു. ഉദരത്തിൽ പ്രീതം സിംഗിൽ നിന്നുള്ള തന്റെ രണ്ടാമത്തെ കുട്ടി കാണ്ഡ്ലയെയും വഹിച്ചുകൊണ്ടാണ് അമൃത ദില്ലിയിലേക്ക് വണ്ടി കയറുന്നത്. നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾ അമൃതയുടെ നെഞ്ചിനെയും മുറിപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും സഹനങ്ങളെപ്പറ്റി നിരവധി കവിതകൾ അക്കാലത്ത് അവർ എഴുതുന്നുണ്ട്. 1948 ഡെറാഡൂണിൽ നിന്ന് ദില്ലിയിലേക്ക് നടത്തിയ ഒരു തീവണ്ടി യാത്ര അമൃതയുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായിട്ട് മാറുന്നു. കലാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അഭയാർത്ഥികളായിരുന്നു ആ വണ്ടിയിലെ യാത്രക്കാരിൽ അധികവും. അവർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അമൃതയ്ക്ക് രക്തം ഉറഞ്ഞു പോകുന്നത് പോലെ തോന്നി. വിശേഷിച്ചും സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ വിവരണങ്ങൾ അമൃതയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ദുഃഖകഥകൾ പറഞ്ഞു തളർന്ന എല്ലാവരും ഉറക്കമായിട്ടും അമൃതയ്ക്ക് മാത്രം അന്ന് രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ ആവുന്നില്ല. പഞ്ചാബിലെ അന്നത്തെ അറിയപ്പെടുന്ന സൂഫി കവിയായിരുന്നു വാരിസ് ഷാ. അദ്ദേഹത്തിന്റെ ഭലാ മോയത്തെ ബിഛടെ കോൻ മേലെ, അതായത് പിരിഞ്ഞു പോയവരുമായി ആരൊന്നിപ്പിക്കും എന്ന വരികൾ അമൃതയുടെ അബോധത്തിൽ അലയുന്നുണ്ടായിരുന്നു. വാരിസ് ഷാ എത്ര വലിയ കവിയാണ്! റാഞ്ച നഷ്ടമായ ഹീറിന്റെ വേദന പാടാൻ കഴിഞ്ഞ മഹാകവി. ഇന്ന് പഞ്ചാബിന്റെ ലക്ഷം പെൺമക്കൾ കേഴുകയാണ്. അവരുടെ ദുഃഖം ആര് പാടും? ഈ വ്യഥ വാരിസ് ഷായോടല്ലാതെ ആരോടൊന്ന് പങ്കുവെക്കുമെന്ന് അമൃത അന്നോർത്തു. ആ രാത്രിയിൽ തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഇളകുകയും വിറയ്ക്കുകയും ചെയ്യുന്ന പേന കൊണ്ട് അവരെഴുതി: ഇന്ന് ഞാൻ വാരിസ് ഷായോട് ഉണർത്തുന്നു. കല്ലറയിൽ നിന്ന് നീ പറയുക, പ്രണയത്തിന്റെ പുസ്തകത്തിലെ അടുത്ത പേജ് മറിക്കുക. പഞ്ചാബിന്റെ ഒരു മകൾ കരഞ്ഞപ്പോൾ നീ കഥനത്തിന്റെ ദീർഘകാവ്യം എഴുതി. ഇന്ന് ലക്ഷം പെൺമക്കൾ കരയുന്നു, നിന്നെ വിളിച്ച് കേഴുന്നു. ദുഃഖിതരുടെ സാന്ത്വനമേ എഴുന്നേൽക്കൂ, നീ പഞ്ചാബിനെ നോക്കൂ. നിലങ്ങൾ നിറയെ ശവങ്ങളാണ്, ചനാബിൽ ഒഴുകുന്നത് രക്തമാണ്. വിഭജനത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും ഹൃദയസ്പർശിയായ രചനയായി അജ ഖാൻ വാരിസ് എന്ന അമൃതയുടെ കവിത ഇന്നും വാഴ്ത്തപ്പെടുന്നു. അത് പഞ്ചാബിന്റെ ശബ്ദം എന്ന വിളിപ്പേരും അവർക്ക് ചാർത്തി നൽകി. അതുപോലെ വിഭജനകാലത്തെ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതിന്റെ വേവിൽ പിന്നീട് അമൃത പ്രീതം രചിച്ച നോവലാണ് 1950 അച്ചടിമഷി പുരണ്ട പിഞ്ചർ അഥവാ അസ്ഥികൂടം. അത് പിന്നീട് അതേ പേരിൽ തന്നെ 2003 ചന്ദ്രപ്രകാശ് ദ്വിവേദി സിനിമയാക്കിയിട്ടുണ്ട്. ആ ചലച്ചിത്രത്തിന് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും അക്കൊല്ലം കിട്ടുന്നുണ്ട്. ദില്ലിയിൽ വന്ന ശേഷം അമൃത പ്രീതം ഓൾ ഇന്ത്യ റേഡിയോയുടെ പഞ്ചാബി സ്റ്റേഷനിൽ ജോലി ചെയ്തു പോന്നു. 1956 പുറത്തിറങ്ങിയ സുനഹരെ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അമൃതയെ തേടിയെത്തി. 1961 ഡോക്ടർ ദേവ്, 64 ഏക്സി അനിത, നാഗമണി എന്നീ നോവലുകൾ, 1968 കോരെ കാഗസ്, 1985 കുച്ച് റിഷ്തെ എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ, 1974 രസീതി ടിക്കറ്റ് എന്ന പേരിൽ ആത്മകഥ എന്നിവ അമൃതയുടേതായിട്ട് പുറത്തിറങ്ങി. 1982 കാഗസ്തെ ക്യാൻവാസ് എന്ന കവിതാ സമാഹാരത്തിന് ഭാരതീയ സാഹിത്യരംഗത്തെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠവും അമൃതയെ തേടിയെത്തി. 2004 പുറത്തിറങ്ങിയ ദർദ് ജോ ഖോ ഗയാ എന്ന കവിതാ സമാഹാരമായിരുന്നു അമൃത പ്രീതത്തിന്റെ അവസാനത്തെ പുസ്തകം. 1969 പത്മശ്രീയും 2004 പത്മവിഭൂഷണും നൽകി രാജ്യം ഈ അസാമാന്യ സാഹിത്യ പ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. 1921 മാർച്ച് 8 പഞ്ചാബിലെ ലുധിയാനയിലുള്ള കരിംപുര എന്ന ഗ്രാമത്തിലായിരുന്നു സാഹിർ ലുധിയാനവി എന്ന പേരിൽ ഇന്ന് വിശ്വപ്രസിദ്ധനായ കവിയുടെ ജനനം. മാതാപിതാക്കൾ അദ്ദേഹത്തിനിട്ട പേര് അബ്ദുൽ ഹായി എന്നായിരുന്നു. അച്ഛൻ അറിയപ്പെടുന്ന ഒരു ജന്മിയായിരുന്നു. ഏറെ ധനികമായ കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അച്ഛനും അമ്മയും തമ്മിൽ നിത്യം വഴക്കായിരുന്നു. ഒടുവിൽ അവരുടെ വിവാഹമോചനം നടന്നു. പിന്നാലെ മകന്റെ കസ്റ്റഡിക്ക് വേണ്ടി കേസും നടന്നു. ആ അരക്ഷിതാവസ്ഥ അദ്ദേഹത്തെ അമ്മ സർദാറി ബീഗത്തോട് വല്ലാതെ വലിച്ചടുപ്പിക്കുന്നു. ലുധിയാനയിലെ SCD ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പ്രേമവും രാഷ്ട്രീയവും കവിതയും ഒക്കെയായി ഒടുവിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുക വരെ ചെയ്യുന്നുണ്ട് അബ്ദുൾ. 1937 വിശ്രുത ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ ഉറുദുവിലെ മറ്റൊരു പ്രസിദ്ധ കവിയായ ദാഗ് ദഹൽവിയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ ഇസ് ചമൻ മേ ഹോംഗെ പേദാ ബുൽബുലെ ഷിറാസ് ഭി, സൈക്കടോ സാഹിർ ഭി ഹോംഗെ സാഹിബെ എജാസ് ഭി എന്ന് തുടങ്ങുന്നൊരു 4 വരി കവിത അബ്ദുളിനെ വല്ലാതെ ആകർഷിക്കുന്നു. ആ കവിതാ ശകലത്തിലെ ഇന്ദ്രജാലക്കാരൻ എന്നർത്ഥമുള്ള സാഹിർ എന്ന പേര് അദ്ദേഹത്തിന് നന്നായി ബോധിക്കുന്നു. ഇനിയുള്ള എഴുത്തുകളിൽ തന്റെ തഖല്ലുസ് അഥവാ തൂലികാനാമം അത് മതി എന്ന് അബ്ദുൾ നിശ്ചയിക്കുന്നു. 1945 സാഹിറിന്റെ 24-ാം വയസ്സിൽ ആദ്യത്തെ കവിതാ സമാഹാരം തൽഖിയ അഥവാ കയ്പ് പുറത്തിറങ്ങുന്നു. തുടർന്ന് പാകിസ്ഥാനിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാഹിർ വ്യക്തമായ മാർക്സിസ്റ്റ് നിലപാടുകളും പ്രകടിപ്പിച്ചിരുന്നു. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ സാഹിർ കഴിയാൻ തിരഞ്ഞെടുത്തത് ലാഹോർ നഗരമായിരുന്നു. 1943 ലാഹോറിനടുത്തുള്ള പ്രീത് നഗറിൽ വെച്ച് സാഹിറിനെ കാണുമ്പോൾ അമൃതയ്ക്ക് 24 വയസ്സാണ്. ആകാശവാണിയുടെ ലാഹോർ നിലയത്തിൽ അന്നവർ കാഷ്വൽ അനൗൺസറായി ജോലി ചെയ്യുന്നു. അതിസുന്ദരിയായിരുന്നു അന്ന് അമൃത.
വെണ്ണക്കല്ലിൽ തീർത്ത രൂപം എന്നാണ് ഫിലിം ജേർണലിസ്റ്റ് CA കാവിഷ് അന്നത്തെ അമൃതാപ്രീതത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മോഹൻ സിംഗ് അടക്കമുള്ള അന്നത്തെ ഒട്ടുമിക്ക പഞ്ചാബി യുവ കവികളും അതുപോലെ ആകാശവാണിയിലെ ഇവരുടെ സകല സഹപ്രവർത്തകരും അന്ന് രഹസ്യമായെങ്കിലും അമൃതയെ പ്രണയിച്ചിരുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീത് നഗറിൽ പഞ്ചാബി ഉറുദു കവികളുടെ ഒരു മുഷായിര നടക്കുന്നത്. അന്നത്തെ സാഹിറിനെ കുറിച്ച് പ്രസിദ്ധ ഉറുദു കവി കൈഫി ആസ്മി വിവരിക്കുന്നത് നമുക്ക് KPS അഹമ്മദ് എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ സാഹിർ അക്ഷരങ്ങളുടെ ആഭിചാരകൻ എന്ന പുസ്തകത്തിൽ കാണാം. 6 അടി ഉയരം, മെലിഞ്ഞ ശരീരം, നീണ്ട ഭംഗിയുള്ള കാലുകൾ, ഇടുങ്ങിയ അരക്കെട്ട്, വിരിഞ്ഞ മാറ്, ഉയർന്ന മൂക്ക്, മുഖത്ത് വസൂരിക്കലകൾ, അഗാധ ചിന്തയിൽ എന്ന പോലെ തോന്നിക്കുന്ന മനോഹരമായ കണ്ണുകൾ, കറുത്ത തിളക്കമുള്ള നീട്ടി വളർത്തിയ മുടി എന്നാണ് കൈഫി ആസ്മിയുടെ വിവരണം പോകുന്നത്. അമൃതയ്ക്ക് പക്ഷേ അന്ന് പഞ്ചാബിക്ക് പുറത്തുള്ള സാഹിത്യവുമായിട്ട് കാര്യമായ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രീത് നഗറിൽ നിന്ന് ലാഹോറിലേക്കുള്ള യാത്രയിൽ അമൃതയും സാഹിറും അന്ന് അധികവും സംസാരിച്ചത് മറുഭാഷാ സാഹിത്യത്തെക്കുറിച്ചായിരുന്നു. ഉറുദു, പേർഷ്യൻ, ഇംഗ്ലീഷ്, റഷ്യൻ ഭാഷകളിലെ രചനകളെക്കുറിച്ച് സാഹിർ അനായാസ സുന്ദരമായി സംസാരിക്കുന്നത് അമൃത ഏറെ ആരാധനയോടെയാണ് നോക്കി നിന്നത്. സാഹിറിന്റെ വരികളാണോ അതോ അദ്ദേഹത്തിന്റെ രൂപസൗകുമാര്യമാണോ അതോ നിഗൂഢമായ നോട്ടമാണോ അമൃതയെ വീഴ്ത്തിയത് എന്ന് നിശ്ചയമില്ല. എന്തായാലും പ്രീത് നഗറിലെ കവിസമ്മേളനം അങ്ങനെ കഴിഞ്ഞ് ലാഹോറിൽ മടങ്ങിയെത്തുന്ന അവർ തമ്മിൽ വഴി പിരിയുന്നു. സാഹിറാണെങ്കിൽ അന്ന് തൽക്കിയ പുറത്തിറക്കുന്ന തിരക്കുകളിലായിരുന്നു. പിന്നീട് അങ്ങോട്ടും പല മുഷായരകളിലും വെച്ച് അവർ ഇരുവരും വീണ്ടും കണ്ടുമുട്ടി. സാഹിറിനോടുള്ള അമൃതയുടെ പ്രണയം അനുദിനം ഗാഢമായി വന്നു. 56-ൽ അമൃതയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത സുനഹരെ എന്ന കവിതാ സമാഹാരത്തിലെ മിക്ക കവിതകൾക്കും പ്രചോദനം സാഹിറാണ് എന്ന് അമൃത തന്നെ പിന്നീട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സി അനിത, ദില്ലിദിയ ഗലിയ, ആഖറി ഖത്ത് എന്നീ കൃതികളിലും സാഹിർ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. സുദീർഘമായ നിരവധി പ്രേമലേഖനങ്ങൾ സാഹിർ അന്ന് അമൃതയ്ക്ക് എഴുതിയിട്ടുണ്ട്. അമൃത തിരിച്ചും എഴുതിയിട്ടുണ്ട്. തനിക്ക് സാഹിറിനോടുള്ള പ്രണയത്തെക്കുറിച്ച് അമൃത എന്നും വാചാലയാകുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒളിച്ചു വെക്കേണ്ട ഒന്നായിരുന്നില്ല. എന്നാൽ സാഹിർ ആണെങ്കിൽ അത് പൊതുജന മധ്യത്തിൽ തുറന്നു പറയാൻ വലിയ വിമുഖത കാണിച്ച ഒരാളുമാണ്. വളരെ അപൂർവമായി പരസ്പരം കണ്ടിരുന്ന അവസരങ്ങളിൽ പോലും സാഹിർ ഏറെ നേരവും മൗനം പൂണ്ടിരിക്കുക തന്നെയാവും. ഒരിക്കൽ അമൃതയുടെ ക്ഷണം സ്വീകരിച്ച് ദില്ലിയിലെ വീട്ടിലേക്ക് സാഹിർ വന്നുവെങ്കിലും അപ്പോഴും അദ്ദേഹം അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ സാമീപ്യം തന്നെ അവർക്ക് പരസ്പരം ധാരാളമായിരുന്നു. ആ നിമിഷങ്ങളിലെ ആനന്ദം, അവയുടെ സൗന്ദര്യം വാക്കുകൾ കൊണ്ട് വികലമാക്കാൻ അമൃതയും മുതിർന്നില്ല. സാഹിർ വീട്ടിൽ വരുമ്പോഴൊക്കെ അമൃതയ്ക്ക് തോന്നുക തൻ്റെ തന്നെ മൗനത്തിൻ്റെ ഒരു അംശം അരികിൽ കസേര വലിച്ചിട്ട് ഏറെ നേരം ഇരുന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് എന്നാണ്. നിശബ്ദനായിരുന്ന് സിഗരറ്റ് പുകയ്ക്കും അദ്ദേഹം. പാതി തീരുമ്പോഴേക്കും അതിനെ കെടുത്തും, എന്നിട്ട് പുതിയൊരെണ്ണം കൊളുത്തും. അത് അങ്ങനെ തുടർന്നു പോകും. ഒടുവിൽ സാഹിർ പോകുമ്പോഴേക്കും ഇതുപോലെ പാതി തീർന്ന ഒരുപാട് സിഗരറ്റുകൾ അമൃതയുടെ മുറിയിൽ ബാക്കി വരും. അമൃതയാണെങ്കിൽ ആഷ്ട്രയിൽ നിന്ന് ആ സിഗരറ്റുകൾ ഓരോന്നായി പെറുക്കിയെടുത്ത് ഒരു കുഞ്ഞു ഡപ്പിയിലിട്ട് അലമാരയിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും മുറിയിൽ ഒറ്റയ്ക്കാവുമ്പോൾ അവർ ഈ സിഗരറ്റുകൾ ഒന്നൊന്നായി എടുത്ത് ചുണ്ടോട് ചേർക്കും, കത്തിച്ചു വലിക്കും. ആ സിഗരറ്റ് വിരലുകൾക്കിടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ സാഹിർ തന്റെ വിരലുകളിൽ സ്പർശിക്കുന്നതായി അമൃതയ്ക്ക് തോന്നും. പാതിയിൽ കടത്തിയ സിഗരറ്റുകൾ വീണ്ടും കത്തിക്കുമ്പോൾ അതിന്റെ പുകയിൽ അമൃത സാഹിറിന്റെ മുഖം കാണും. സാഹിർ അടുത്തുള്ളതായി അമൃതയ്ക്ക് അനുഭവപ്പെടും. അങ്ങനെ വലിച്ചു ഒടുവിൽ അമൃത സിഗരറ്റിന് അടിപ്പെടുന്നുണ്ട്. ഇതേക്കുറിച്ച് അവരെഴുതിയത് ഇങ്ങനെയാണ്: എന്റെ വിഷാദം നിശബ്ദം ഒരു സിഗരറ്റ് പോലെ ഞാൻ പുകച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഞാൻ തട്ടിയെറിഞ്ഞ ചാരത്തിൽ നിന്നും ചില നേരങ്ങളിൽ മാത്രം കവിതകൾ പിറന്നു. 47-ൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുമ്പോൾ സാഹിർ ദില്ലിയിലും അമ്മ ലുധിയാനയിലുമാണ്. വെട്ടിമുറിക്കപ്പെട്ട പഞ്ചാബിൽ നിന്നുള്ള വാർത്തകൾ കവിയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. അമ്മയെ കൂട്ടാൻ ലുധിയാനയിലേക്ക് പോകാനായില്ല എങ്കിലും അവരെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്കുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തിക്കാൻ സഖാക്കൾ മുഖാന്തരം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ശേഷം സാഹിറും ലാഹോറിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. സാഹിറിന് അഗാധമായ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ലാഹോർ. എല്ലാ ചിന്തകൾക്കും ഇടമുണ്ടായിരുന്ന 1000 കൊല്ലങ്ങളായി ഉണർന്നിരിക്കുന്ന ഏറ്റവും ആധുനികമായ നഗരം. എന്നാൽ വിഭജനത്തിന് ശേഷമുള്ള ലാഹോറിന്റെ സ്വഭാവം മറ്റൊന്നായി മാറിയത് സാഹിറിനെ അലട്ടി. ഹിന്ദുക്കളും സിഖുകാരുമായ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ പ്രാണഭയം കൊണ്ട് ഇന്ത്യയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എഴുത്തിന്റെ സ്വഭാവം കൊണ്ട് സാഹിറാണെങ്കിൽ പാകിസ്ഥാനിലെ മുല്ലകളുടെ കണ്ണിലെ കരടായി മാറി തുടങ്ങിയ കാലം. സാഹിറിന്റെ പേർക്ക് ഒരു ദിവസം ദേശദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അമ്മ നിർദ്ദേശിച്ചു. പിന്നാലെ അമ്മയെയും സ്നേഹിതർ വഴി അദ്ദേഹം ദില്ലിയിലെത്തിച്ചു. സാഹിർ ദില്ലിയിൽ താമസമാക്കിയ കാലത്ത് അമൃതയുമായി നിരന്തരം സമാഗമങ്ങൾ ഉണ്ടായി. അന്നത്തെ രസകരമായ ഒരു സംഭവം അമൃത പിന്നീട് ഓർത്തെടുത്തിട്ടുള്ളത് KPS അഹമ്മദിന്റെ സാഹിർ പുസ്തകത്തിൽ കാണാം. ഒരു ദിവസം അമൃതയുടെ മകളെ മടിയിലിരുത്തി സാഹിർ അവളോട് ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അവൾക്കന്ന് 4 വയസ്സ് മാത്രമാണ് പ്രായം. കഥ കേൾക്കാൻ വലിയ കൊതിയാണ്. അവൾ കാതോർത്തിരുന്നു. സാഹിർ പറഞ്ഞു തുടങ്ങി. ഒരിടത്തൊരിടത്ത് ഒരു വിറക് വെട്ടിയുണ്ടായിരുന്നു. പകൽ മുഴുവൻ കാട്ടിൽ പോയി വിറക് വെട്ടുകയായിരുന്നു പണി.
ഒരു ദിവസം വിറക് വെട്ടിക്കൊണ്ടിരിക്കെ അയാൾ ഒരു രാജകുമാരിയെ കണ്ടു. അതിസുന്ദരിയായ ഒരു രാജകുമാരി. അവളെ അയാൾ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടു നിന്നു. അവളെയും കൊണ്ട് ഒളിച്ചോടിയാൽ എന്ത് എന്നുവരെ അയാൾ ചിന്തിച്ചു. പക്ഷേ അയാൾ ഒരു വിറക് വെട്ടിയാണല്ലോ, അതുകൊണ്ട് രാജകുമാരിയെ അകലെ നിന്ന് നോക്കിക്കാണുക മാത്രം ചെയ്തു. പിന്നെ സങ്കടപ്പെട്ടുകൊണ്ട് വിറക് വെട്ടിക്കൊണ്ടേയിരുന്നു. മോളിങ്ങനെ കണ്ണും മിഴിച്ച് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാഹിർ പറച്ചിൽ നിർത്തി അവളോട് ചോദിച്ചു, നല്ല കഥയല്ലേ? നല്ല കഥയാണ്, ഞാനും കണ്ടിട്ടുണ്ട് എന്ന് അവൾ മറുപടി പറഞ്ഞു. എന്തേ, അപ്പോൾ മോളും ഉണ്ടായിരുന്നോ കാട്ടില്ലെന്ന് സാഹിറിന്റെ മറു ചോദ്യം. ഉവ്വ് എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. അപ്പോൾ വിറക് വെട്ടിയെയും കണ്ടിരുന്നുവല്ലേ? ആരായിരുന്നു വിറക് വെട്ടിയെന്ന് സാഹിറിന്റെ ചോദ്യം. അങ്കിൾ എന്ന് കുഞ്ഞിന്റെ മറുപടി. ആരായിരുന്നു രാജകുമാരി എന്ന് സാഹിർ വീണ്ടും ചോദിച്ചു. അമ്മ എന്ന് കുഞ്ഞിന്റെ മറുപടി. സാഹിർ അപ്പോൾ ചിരിച്ചുകൊണ്ട് അമൃതയോട് പറഞ്ഞു, കണ്ടോ, കുട്ടികളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ദില്ലി സത്യത്തിൽ സാഹിറിന് ഒരു ഇടത്താവളം മാത്രമായിരുന്നു. ബോംബെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവിടെ ഫിലിം ഇൻഡസ്ട്രി അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. തൽഖ്വ പുറത്തിറങ്ങിയതോടെ സാഹിർ ലുധിയാൻവി എന്ന കവി വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വിഗ്രഹമായി മാറിയിരുന്നു. കവി എന്ന നിലയിലെ പ്രസിദ്ധി തനിക്ക് ഹിന്ദി സിനിമയിലെ വാതിലുകൾ എളുപ്പത്തിൽ തുറന്നു തരുമെന്നാണ് സാഹിർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അത് അദ്ദേഹത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. വിചാരിച്ച പോലെ അവസരങ്ങൾ തരപ്പെട്ടില്ല. പാട്ടെഴുതാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി സ്റ്റുഡിയോകൾ തോറും കയറിയിറങ്ങി നടന്ന തിരസ്കാരത്തിന്റെ കൈപ്പുതിർ ആവോളം കുടിക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു സാഹിറിന്. ആദ്യം കിട്ടിയ അവസരം 1949 ഇറങ്ങിയ ആസാദി കി രാഹ് പർ എന്ന സിനിമയിൽ 4 പാട്ടുകൾ എഴുതാനായിരുന്നു. എന്നാൽ ഈ സിനിമയിലെ ഗാനങ്ങൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഹിന്ദി സിനിമയിലെ സാഹിറിന്റെ ആദ്യത്തെ ബ്രേക്ക് എന്നൊക്കെ പറയാവുന്ന അവസരം അദ്ദേഹത്തിന് കിട്ടുന്നത് SD ബർമനിൽ നിന്നാണ്. അദ്ദേഹം അന്ന് നൗജവാൻ എന്ന ചിത്രത്തിനു വേണ്ടി പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഹാറോഡിലെ ഗ്രീൻ ഹോട്ടലിൽ തപസ്സിരിക്കുകയായിരുന്നു. മുറി അടഞ്ഞു കിടക്കുകയാണ്. വാതിലിന്മേൽ ഡു നോട്ട് ഡിസ്റ്റർബ് ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ട്. അകത്തുനിന്ന് ഹാർമോണിയത്തിന്റെ നാദവീചികൾ പതിഞ്ഞ സ്വരത്തിൽ പുറത്തേക്ക് കേൾക്കാനുണ്ട്. സാഹിർ രണ്ടും കൽപ്പിച്ച് വാതിൽ പതുക്കെ തുറന്ന് അകത്ത് കടന്നു. തൂവള്ള ധോത്തിയും കുർത്തയും ധരിച്ച നീണ്ടുമെലിഞ്ഞ ഒരു ബുദ്ധസന്യാസിയെ അനുസ്മരിപ്പിക്കുന്ന രൂപം ധ്യാനത്തിലെന്ന പോലെ കണ്ണുമടച്ച് ഹാർമോണിയം വായിക്കുകയാണ്. ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് സാഹിർ ആഗമനോദ്ദേശം അറിയിച്ചു. ബംഗാളിയായ ബർമന്ദായ്ക്ക് ഉറുദു സാഹിത്യത്തിലെ സാഹിറിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഒരു ധാരണയും അന്നില്ല. അനിൽ ബിശ്വാസിന്റെ ശുപാർശ മാത്രമായിരുന്നു സാഹിറിന്റെ ബലം. എന്നാൽ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ദാദയ്ക്ക് എന്നും ഉത്സാഹമായിരുന്നു. ദാദ ഹാർമോണിയത്തിൽ ഒരു ഈണം വായിച്ചു. എങ്ങനെയുണ്ട് ഈ ഈണമെന്ന് ദാദ സാഹിറിനോട് ചോദിച്ചു. സാഹിർ സത്യസന്ധമായി തന്നെ മറുപടിയും പറഞ്ഞു, കൊള്ളാം. ഇതിന് വരികൾ എഴുതാമോ എന്ന് അടുത്ത ചോദ്യം. സായാഹ്നത്തിൽ നായിക തനിച്ചിരുന്നുകൊണ്ട് നായകനെ ഓർത്തു പാടുന്നതാണ് ഇതിന്റെ സന്ദർഭം. ഈണം ഒരിക്കൽ കൂടി കേൾക്കാൻ സാഹിർ ആഗ്രഹം പ്രകടിപ്പിച്ചു. ദാദയുടെ വിരലുകൾ ഹാർമോണിയത്തിന്റെ കട്ടകളിലൂടെ ഒരിക്കൽ കൂടി ഒഴുകിയപ്പോൾ ആ ഈണത്തിനൊപ്പിച്ച് നിന്ന നിൽപ്പിന് സാഹിർ കുറിച്ചു, ठंडी हवाए लहरा के आए रुत है जवां तुमको यहाँ कैसे बुलाए. ഈ പാട്ട് സൂപ്പർ ഹിറ്റായി മാറിയതോടെ സാഹിർ എന്ന താരോദയം ഹിന്ദി സിനിമാ ഗാനരംഗത്തുണ്ടായി. അടുത്ത വർഷം ഇറങ്ങിയ ബാസി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഗുരുദത്ത് ക്യാമ്പിലേക്കും എത്തിപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് SD ബർമൻ, OP നയ്യാർ, ഹേമന്ത് കുമാർ എന്നീ സംഗീത സംവിധായകർക്കു വേണ്ടി സ്ഥിരമായി സാഹിർ പാട്ടുകൾ എഴുതി തുടങ്ങി. SD ബർമനോടൊപ്പം പ്യാസ എന്ന ഗുരുദത്ത് ചിത്രത്തിനു വേണ്ടി എഴുതിയ ജാനെ വോ കേസെ എന്ന വിഷാദ ഗാനം ഏറെ പ്രസിദ്ധമായി. സ്നേഹത്തിന് പകരമായി സ്നേഹം തിരിച്ചു കിട്ടിയിട്ടുള്ളവർ ഇവിടെ ആരുണ്ട്? ഞാൻ പൂക്കൾ മോഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് മുള്ളുമാലയായിരുന്നു എന്ന് അദ്ദേഹം ആ പാട്ടിൽ എഴുതി. അതിനിടെ അമൃതയുമായിട്ടുള്ള സ്നേഹബന്ധവും വളരെ ഗാഢമായി എങ്കിലും അവരോടൊത്തൊരു വൈവാഹിക ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാഹിർ മടിച്ചു. അമ്മ സർദാരി ബീഗവുമായിട്ട് വളരെ ഗാഢമായ അടുപ്പം പുലർത്തിയിരുന്ന സാഹിറിന് തന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീയെ അടുപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. പിന്നെയും അമൃത മാത്രമായിരുന്നു സാഹിറിനെ തെല്ലെങ്കിലും സ്വാധീനിക്കുകയും ഉള്ളിൽ പ്രണയം ഉണർത്തുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ത്രീ. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും അമൃതയും പ്രീതം സിംഗുമായി മാനസികമായിട്ട് വല്ലാതെ അകന്നു കഴിഞ്ഞിരുന്നു. അമൃത എന്ന സാമാന്യത്തിലധികം ഇന്റലിജന്റും ഇന്റലക്ച്വലുമായിട്ടുള്ള സ്ത്രീക്ക് പോകുന്ന ഒരു പുരുഷനല്ല താൻ എന്ന അപകർഷതാബോധം കാരണം പ്രീതം സിംഗ് സ്വയമേവ അവരിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു ഒരു പരിധിവരെ. ആ അകൽച്ച പരിധി വിട്ടപ്പോൾ പിന്നെ അമൃതയും തന്റെ ഹൃദയത്തിന്റെ വിളി കേട്ട് ഇഷ്ടം തോന്നുന്ന പുരുഷന്മാരെ ഒരു മടിയും വിചാരിക്കാതെ സ്നേഹിക്കാൻ തന്നെ ഉറപ്പിക്കുന്നു. 1960 ആയപ്പോഴേക്കും, അതായത് അമൃതയുടെ 41-ാം വയസ്സിൽ അമൃത പ്രീതം സിംഗിൽ നിന്ന് ഔപചാരികമായി തന്നെ വിവാഹമോചനം നേടുന്നു. സാഹിറിനോടുള്ള പ്രണയത്തിലായിരുന്നു അന്ന് അമൃതയുടെ ജീവൽ പ്രതീക്ഷകൾ അത്രയും. എന്നാൽ സാഹിറിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അമൃതയോടുള്ള ഇഷ്ടത്തിൽ അടിമുടി ഉളഞ്ഞു നിൽക്കുമ്പോഴും അവരോട് ഒരു പരിധി വിട്ട് അടുക്കാൻ അദ്ദേഹം മടിച്ചു. വർഷങ്ങൾ കാത്തിരുന്നും അടുത്തൊടുവിൽ തീരുമാനം എന്തായാലും അത് തന്നെ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമൃത സാഹിറിനെ അവസാനമായി ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തുന്നുണ്ട്. ആ സമാഗമത്തിലും സാഹിർ ഒരു കമ്മിറ്റ്മെന്റിന് തയ്യാറാകാതിരുന്നപ്പോൾ അമൃതയും ഹതാശയായി. പ്രസിദ്ധ നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്ന ഖുഷ്വന്ത് സിംഗ് അമൃത പ്രീതത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവർക്കിടയിൽ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളും പതിവായിരുന്നു.
ഒരിക്കൽ സാഹിറുമായിട്ടുള്ള തന്റെ അനുഭവങ്ങൾ വിവരിച്ച ശേഷം അമൃത ഖുഷ്വന്ത് സിംഗിനോട് പറയുന്നത്, ഇതൊക്കെ ഞാൻ ഒരിക്കൽ എൻ്റെ ആത്മകഥയിൽ വിശദമായി എഴുതുന്നുണ്ട് എന്നായിരുന്നു. അത് കേട്ട് ചിരി വന്ന ഖുഷ്വന്ത് സിംഗ് അമൃതയെ സ്നേഹപൂർവ്വം കളിയാക്കി. നിന്റെയൊക്കെ അനുഭവങ്ങൾ എത്ര ചെറുതാണ്, ഒരു റവന്യൂ സ്റ്റാമ്പിന്റെ പിന്നിൽ വേണമെങ്കിൽ എഴുതി തീർക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കളിയാക്കലിൽ നിന്നാണ് അമൃത പിന്നീട് തന്റെ അതിപ്രസിദ്ധമായ ആത്മകഥയുടെ രസീതി ടിക്കറ്റ് അഥവാ റവന്യൂ സ്റ്റാമ്പ് എന്ന തലക്കെട്ട് കണ്ടെടുക്കുന്നത്. പ്രേമത്തെ എന്നുമെന്നും തന്റെ വരികളിൽ പടർത്തി നിർത്തിയ സാഹിറിന്റെ ജീവിതത്തിലെ പ്രണയങ്ങളൊന്നും തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. ആദ്യം അമൃതയെ പ്രേമിച്ച സാഹിർ പിന്നീട് സുധാ മൽഹോത്ര എന്ന ഗായികയുമായി ദീർഘകാലം പ്രണയത്തിലായിരുന്നു. ഗുലാം ഹൈദർ കണ്ടെടുത്ത കോകിലനാദമായിരുന്നു സുധാ മൽഹോത്ര. 1959 ദീദി എന്ന ചിത്രത്തിനു വേണ്ടി സാഹിർ എഴുതിയ തും മുझे ഭൂൽ ഭി ജാവോ എന്ന ഗാനം സുധ പാടിയപ്പോൾ ഇതാ അടുത്ത ലതാ മങ്കേഷ്കർ എന്ന് ബോളിവുഡ് ഒന്നടങ്കം പറഞ്ഞു. കബി കബി എന്ന സാഹിറിന്റെ കവിത നമ്മൾ പരിചയിച്ചിട്ടുള്ളത് അതേ പേരുള്ള യശോപ്ര ചിത്രത്തിൽ ഖയ്യാമിന്റെ സംഗീതത്തിൽ മുകേഷിന്റെ ഒരു സോളോ ആയിട്ടാണ്. എന്നാൽ ആ അനശ്വര പ്രണയഗാനത്തിന്റെ തലവര അങ്ങനെ ആവുന്നതിന് മുമ്പ് ചേതൻ ആനന്ദ് കബി കബി എന്ന ആ സാഹിർ കവിത നൌഷാദിനെ കൊണ്ട് തന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു യുഗ്മഗാനമായിട്ട് ചിട്ടപ്പെടുത്തിയിരുന്നു. കബി കബി എന്ന ഈ കവിത സാഹിർ സുധാ മൽഹോത്രയോടുള്ള പ്രണയമൂത്ത് എഴുതിയതാണ് എന്ന് അന്ന് ബോംബെയിലെ സിനിമാ സർക്കിളുകളിൽ ഒരു പ്രചാരമുണ്ടായിരുന്നു. അന്ന് സുധാ മൽഹോത്രയും ഗീത റായും ചേർന്നാണ് ഈ പാട്ട് പാടാനിരുന്നത്. പാതി വഴി ആ പ്രൊജക്ട് നിന്നു പോവുകയായിരുന്നു. പക്ഷെ ഒടുവിൽ 1976 കബി കബി എന്ന സിനിമയിലൂടെ ആ പാട്ടിന് ശാപമോക്ഷം ലഭിക്കുകയും അത് ജനഹൃദയങ്ങളിൽ എന്നേക്കുമായി ഇടം പിടിക്കുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗം. ഈ പാട്ടിന്റെ ഫീമെയിൽ വെർഷൻ പാടാനുള്ള യോഗം അതേ സിനിമയിൽ ലതാ മങ്കേഷ്കറിനും കൈവരുന്നുണ്ട്. ഈ പാട്ട് കേൾക്കാത്തവരായി ഇന്ത്യയിൽ ആരും തന്നെ കാണാനിടയില്ല. അതുപോലെ 1963 പുറത്തിറങ്ങിയ ഗുംറാഹ് എന്ന ചിത്രത്തിൽ സാഹിർ എഴുതിയ ചലോ എക് ബാർ ഫിർസെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ബോംബെ രവി സംഗീതം പകർന്ന് മഹേന്ദ്ര കപൂർ പാടിയ ഒരു അനശ്വര ഗാനം. ഒരു വട്ടം കൂടി നമുക്ക് അപരിചിതരായിട്ട് മാറാം എന്ന് പാടുന്ന ആ ഗാനം സാഹിർ സുധയുടെ വിവാഹത്തിന്റെ വർത്തമാനം അറിഞ്ഞ് സങ്കടപ്പെട്ട് എഴുതിയതാണ് എന്നൊരു ഗോസിപ്പ് ആയിടെ ഹിന്ദി സിനിമാ രംഗത്ത് പ്രചരിക്കുകയും സെലിബ്രിറ്റികൾ വരെ അത് വാസ്തവം തിരക്കാതെ ആവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഗാനം എഴുതാനിടയാക്കിയ വൈകാരിക പരിസരത്തിന് സുധയുമായി യാതൊരു ബന്ധവുമില്ല. ഈ കവിത 1945 പുറത്തിറങ്ങിയ സാഹിറിന്റെ ഉറുദു കവിതാ സമാഹാരമായിട്ടുള്ള തൽഖിയാവിലുണ്ട്. സുധയുടെ വിവാഹം നടക്കുന്നത് 1960 ഗുംറാഹിലൂടെ ചലോ ഇക് ബാർ ഫിർസെ നമ്മൾ കേൾക്കുന്നത് പിന്നീട് 1963 മാത്രവും. സുധയെ പരിചയപ്പെടുന്നതിനൊക്കെ എത്രയോ മുമ്പാണ് സാഹിർ ഈ ഗാനം എഴുതിയത് എന്ന് ചുരുക്കം. എന്തായാലും ഈ പാട്ടിലെ തന്നെ 2 വരികളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രണയങ്ങളെയും ഉപസംഹരിക്കാൻ പറ്റിയത്. वो अफसाना जिसे अंजाम तक लाना न हो मुमकिन उसे एक खूबसूरत मोड़ देकर छोड़ना अच्छा. അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു കഥയെ ഒരു ട്വിസ്റ്റ് കൊടുത്ത് അതിന്റെ പാട്ടിന് വിടുന്നതാണ് നല്ലത് എന്ന്. 1957 അമൃത ഇമ്രോസ് എന്ന ചിത്രകാരനെ പരിചയപ്പെടുന്നത്. പുതിയ പുസ്തകത്തിന് കവർ ചിത്രം വരയ്ക്കാൻ വേണ്ടി മറ്റൊരു സുഹൃത്തു വഴിയാണ് അമൃത ഇമ്രോസിലേക്ക് എത്തുന്നത്. അമൃതയ്ക്ക് കവർ ചിത്രവും ഇഷ്ടപ്പെട്ടു, ചിത്രകാരനെയും ബോധിച്ചു. അമൃതയ്ക്കെന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇമ്രോസിനേക്കാൾ പ്രായത്തിൽ 7 വയസ്സോളം മൂത്തതുമാണ് അന്നവർ. തമ്മിൽ കാണും മുന്നേ തന്നെ അമൃത എന്ന എഴുത്തുകാരിയോട് തീവ്രമായ അഭിനിവേശം വെച്ചു പുലർത്തിയിരുന്ന ഒരു ആരാധകനായിരുന്നു ഇമ്രോസ്. അദ്ദേഹം തന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയപ്പോൾ അമൃത തങ്ങളുടെ പ്രായഭേദവും മറ്റും മനസ്സിൽ വെച്ച് ഇമ്രോസിനോട് പോയി ലോകം ചുറ്റിക്കറങ്ങി ജീവിതം ആസ്വദിച്ച ശേഷം വേണമെങ്കിൽ തിരിച്ചു വരൂ എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു വിടാൻ നോക്കി. അദ്ദേഹം അമൃതയുടെ വീടിന് പുറത്തിറങ്ങി ആ പറമ്പിനെ 3 വട്ടം ചുറ്റി തിരിച്ചു വന്ന് ലോകം കണ്ടു കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിച്ച് തന്റെ പ്രണയാഭ്യർത്ഥന ആവർത്തിക്കുന്നു. 16 വർഷത്തെ തന്റെ പ്രണയഹീന ദാമ്പത്യം നിയമപ്രകാരം തന്നെ അവസാനിപ്പിച്ച ശേഷം അമൃത ഇമ്രോസിനെ തന്റെ കൂടെ ജീവിക്കാൻ ക്ഷണിക്കുന്നു. സാഹിറിനോട് അമൃതയ്ക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ വിശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ താൻ അവളെ സ്നേഹിക്കുമെന്ന് ഇമ്രോസും തീരുമാനിക്കുന്നു. പിന്നീടുള്ള 40 വർഷം അയാൾ ആ സ്ത്രീക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ദില്ലിയിലെ ഹൗസ് ഖാസിൽ ഒരു വീട് വാങ്ങി അമൃതയുടെ മക്കളോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ അവർ തീരുമാനിക്കുന്നു. 2 മുറികളിൽ ജീവിച്ച അവരുടെ സ്നേഹം ശരീരത്തിലല്ല ആത്മാവിലാണ് വേരൂന്നിയിരുന്നത്. ഒന്നും ആവശ്യപ്പെടാതെ പരാതിപ്പെടാതെ അവർ പരസ്പരം ജീവിതം സമർപ്പിച്ചു. ഇമ്രോസ് അമൃതയുടെ ദീർഘകാല സുഹൃത്തും ആത്മമിത്രവുമായി. അമൃതയുടെ മരണം വരെ അവർ 40 വർഷത്തിലേറെ കാലം അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അമൃതയും സാഹിറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന ഇമ്രോസിന്റെ സ്നേഹം സത്യവും നിസ്വാർത്ഥവുമായിരുന്നു. ഇമ്രോസ് ഒരിക്കലും അമൃതയെ വിവാഹത്തിന് നിർബന്ധിച്ചില്ല. പക്ഷെ അവളോട് അർപ്പണബോധത്തോടുകൂടി തുടർന്നു പോയി. അയാൾ അവളുടെ 2 കുട്ടികളെ നമ്മുടെ കുട്ടികളായി കണക്കാക്കി ഒരു പിതാവിനെ പോലെ അവരെ സ്നേഹിച്ചു. ഇമ്രോസുമൊത്ത് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ദേവ് എന്ന തന്റെ പുസ്തകത്തിൽ അമൃത തന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ അമൃതയെ ലാൻഡ് ഫോണിൽ വിളിച്ച് ഞാൻ നിങ്ങളുടെ ഡോക്ടർ ദേവ് ആണ് എന്ന് മാത്രം തിടുക്കപ്പെട്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇമ്രോസ്. പിന്നീട് അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ ശേഷം എപ്പോഴോ അമൃത തന്റെ വിചിത്രങ്ങളായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഈ അനോണിമസ് കോളിനെ പറ്റിയും പറയുന്നുണ്ട്.
അപ്പോഴാണ് ഈ അനോണി താനായിരുന്നു എന്ന സത്യം ഇമ്രോസ് വെളിപ്പെടുത്തുന്നത്. പ്രേമിക്കാൻ ഒട്ടും എളുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ അല്ലായിരുന്നു അമൃത. അവരിൽ നിന്ന് തിരിച്ച് പ്രണയം നേടുക എന്നതും ഏറെ ദുഷ്കരം തന്നെ. ക്ഷിപ്രകോപിയായിരുന്നു അവർ. അത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം പറയാം. ഒരിക്കൽ അമൃത ഇമ്രോസിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വാതിലടച്ച് അകത്തിരിപ്പായിരുന്നു അപ്പോൾ ഇമ്രോസ്. അമൃത വാതിൽക്കൽ മുട്ടുന്നു. 3-4 വട്ടം മുട്ടിയ ശേഷമാണ് ഇമ്രോസ് എത്തി വാതിൽ തുറക്കുന്നത്. ഇതെന്താണ് ഇമ്രോസ്, നിന്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടി കാത്തു നിൽക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് എന്ന് മുഖം കറുപ്പിച്ചുകൊണ്ട് അമൃത ചോദിച്ചത് ഇമ്രോസിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. മരിക്കും വരെ പിന്നീട് ഒരിക്കലും അയാൾ തന്റെ വീടിന്റെ വാതിൽ അടച്ചതേയില്ല. ഏറെ വൈകി ഇമ്രോസിനെ അമൃത തന്റെ ജീവിത പങ്കാളിയാക്കിയ ശേഷവും അവർ താമസിച്ച വീടിന്റെ എല്ലാ മുറികളും അമൃതയ്ക്ക് മുന്നിൽ ഇമ്രോസിന്റെ മനസ്സെന്ന പോലെ സദാ തുറന്നു തന്നെ കിടന്നു. തന്നോടുള്ള ഇമ്രോസിന്റെ അദമ്യമായ പ്രണയം കണ്ട് അത്ഭുതം തോന്നിയ അമൃത ഒരിക്കൽ ചോദിക്കുന്നത്, ഇമ്രോസ് തും മേരെ ജിന്ദഗിക്ക് ഷാം മെ ക്യൂ മിലെ ദോപഹർ മെ ക്യൂ നഹി എന്നാണ്. എന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നീ എന്തേ എന്നെ അരികിലെത്തി, നട്ടുച്ചയ്ക്ക് എന്തേ വന്നില്ല എന്ന്. അമൃതയോടുള്ള പ്രണയം ഇമ്രോസിന് പ്രിയതരമായൊരു സുഗന്ധം പോലെയായിരുന്നു. അടുത്തുള്ളപ്പോൾ ആ ഗന്ധം ഉള്ളിലേക്കെടുത്ത് ആൾ ഹൃദയം നിറയ്ക്കും, ഇല്ലാത്തപ്പോൾ ആ ശൂന്യത ആളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യും. ഏറെ നിശബ്ദമായിട്ടാണ് അയാൾ അമൃതയുടെ ജീവിതത്തിൽ തുടർന്നു പോയത്. ഇത്രയും സൗമ്യമായി ഒരാൾക്കൊരാളെ പ്രണയിക്കാനാകുമോ എന്ന് ഇരുവരുടെയും ജീവിതം കാണുമ്പോൾ നമ്മൾ ഓർത്തുപോകും. ഇമ്രോസ് അമൃതയെ പല പേരിലും വിളിച്ചിരുന്നു. സോർബ ദ ഗ്രീക്ക് വായിച്ച ശേഷം ഏറെ ദിവസം സോർബി എന്നായിരുന്നു ആ വിളി. സ്പാനിഷ് ആർട്ടിസ്റ്റായ ഫ്രാൻസിസ്കോ ഗോയെ കുറിച്ച് എഴുതപ്പെട്ട നോവലായ ദ നേക്കഡ് മാജ വായിച്ച ശേഷം മാജ എന്നായിരുന്നു പിന്നീടുള്ള വിളി. ആ വിളി തുടങ്ങി എത്രയോ കാലം കഴിഞ്ഞാണ് മറാഠി ഭാഷയിൽ മാജ എന്ന് വെച്ചാൽ എന്റെ എന്നാണ് അർത്ഥമെന്ന് ഇമ്രോസ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ അടുക്കളയിലെല്ലാം അമൃത ഇമ്രോസിന് ബർക്കത്തെയായിരുന്നു. ബർക്കത്ത് എന്ന് വെച്ചാൽ ഐശ്വര്യം എന്നർത്ഥം. തന്റെ എല്ലാ ഐശ്വര്യവും അമൃതയാണ് എന്നും ഇമ്രോസ് കരുതി. ഇമ്രോസിന് അമൃതയോടുണ്ടായിരുന്ന ഇഷ്ടം അമൃതയ്ക്ക് തിരിച്ചുണ്ടായിരുന്ന ഇഷ്ടത്തെ ആശ്രയിച്ചായിരുന്നില്ല. 60കളിൽ അമൃത ജലന്ധറിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ബസ്സിൽ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിരുന്നു അവർ. പിന്നീട് ദില്ലിയിലേക്ക് മാറിയ കാലത്ത് ഇമ്രോസ് പണം സ്വരുക്കൂട്ടി അമൃതയ്ക്ക് വേണ്ടി ഒരു ചേതക് സ്കൂട്ടർ വാങ്ങി. ദില്ലിയിലെ തെരുവുകളിലൂടെ 40 വർഷങ്ങൾ തുടർന്ന് അവർ ഒരുമിച്ച് സഞ്ചരിച്ചു. അന്നൊക്കെ അമൃതയെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും തിരികെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും തന്റെ സ്കൂട്ടറിലാണ് നിത്യേന ഇമ്രോസ് കൊണ്ടുപോയിരുന്നത്. ഇമ്രോസിന്റെ പിന്നിൽ തോളത്ത് കൈയും വെച്ചിരുന്നാണ് അമൃതയുടെ പോക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ തോളത്ത് ഷർട്ടിന്റെ പുറത്തായി കൈവിരൽ കൊണ്ട് നിർത്താതെ എന്തോ എഴുതിക്കൊണ്ടേയിരിക്കും അമൃത. ആദ്യമൊന്നും ഇമ്രോസ് അത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ഈ എഴുതുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു കുതൂഹലം അദ്ദേഹത്തിനുണ്ടായി. അമൃത ഇമ്രോസുമൊത്തുള്ള പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മാസങ്ങൾ മുമ്പ് വരെ അവർ അളവറ്റ് സ്നേഹിച്ചിരുന്ന സാഹിറിന്റെ പേരായിരുന്നു അത്. ഇമ്രോസിനൊപ്പം അമൃത പ്രീതം ഏതാണ്ട് 37 വർഷത്തോളം പഞ്ചാബി മാസികയായിട്ടുള്ള നാഗമണി എഡിറ്റ് ചെയ്യുന്നുണ്ട്. ചിത്രകാരനും ഡിസൈനറുമായിട്ടുള്ള ഇമ്രോസ് അമൃതയുടെ മിക്ക പുസ്തകങ്ങളുടെയും പുറംചട്ടകൾ രൂപകൽപ്പന ചെയ്യുകയും തന്റെ നിരവധി ചിത്രങ്ങൾക്ക് അവരെ മോഡലാക്കുകയും ചെയ്തു. ഇവരുടെ ഒരുമിച്ചുള്ള ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് ഉമാ ത്രിലോക് എഴുതിയ അമൃത ഇമ്രോസ് എ ലവ് സ്റ്റോറി. തന്നോടുള്ള ഇമ്രോസിന്റെ നിരുപാധികവും ആത്മാർത്ഥവുമായിട്ടുള്ള പ്രണയം അമൃതയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അതിനെ അടയാളപ്പെടുത്താൻ വേണ്ടി അവർ ഒരിക്കൽ ഇങ്ങനെ എഴുതി, മുഷ്കിൽ ഹെ ഇമ്രോസ് ഹോന, റോസ് റോസ് ക്യാ ഏക് റോസ് ഹോന. നിന്റെ പ്രണയാമൃതത്തിന്റെ ഒരു തുള്ളി കലർന്നിരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജീവിത കാളകൂടം എതിർവാക്കൊന്നും പറയാതെ കുടിച്ചിറക്കിയത് എന്നും ഇമ്രോസിനോട് ഒരിക്കൽ അമൃത പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ 2005 മരണപ്പെടുന്നതിന് മുമ്പ് അമൃത ഇമ്രോസിന് വേണ്ടി തന്റെ അവസാനത്തെ കവിത എഴുതി, മേ തെന്നു ഫിർ മിലാംഗി കിത്തെ കിസ്തര പതാ നഹി. ഞാൻ നിന്നെ ഒരിക്കൽ കൂടി കാണും, എപ്പോൾ എവിടെ വെച്ച് അറിയില്ല. ഒരുപക്ഷെ ഭാവനയുടെ പ്രതിഫലനമായി നിന്റെ ക്യാൻവാസിൽ ഒരു നിഗൂഢ രേഖ പോലെ നിശബ്ദമായി നിന്നെ സദാ വീക്ഷിച്ചുകൊണ്ട് ആ ക്യാൻവാസിനുള്ളിൽ ഞാൻ ഉണ്ടാകും. 2005 കുളിമുറിയിൽ വീണുള്ള പരിക്കുകൾ മൂർച്ഛിച്ചായിരുന്നു അമൃത പ്രീതത്തിന്റെ മരണം. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കലശലായ വേദന അമൃതയെ പിടികൂടി. ഇമ്രോസ് അടുത്തുനിന്നും മാറിയാൽ ഉടൻ വല്ലാത്തൊരു പരിഭ്രമം അവരെ ആവേശിക്കുമായിരുന്നു. കുടിക്കാനുള്ള വെള്ളമെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒന്ന് അടുക്കളയിലേക്ക് പോയാൽ പോലും വല്ലാത്തൊരു നിലവിളി അമൃതയിൽ നിന്ന് ഉയരും. മറുദിനു ഛാടുക്കേന ജായി മിത്ര, ഞാനിപ്പോൾ ചാവും പൊന്നെ, എന്നെ ഒറ്റയ്ക്കാക്കി പോയി കളയരുതേ എന്നവർ ഉച്ചത്തിൽ കരയും. അമൃതയുടെ മരണത്തോടെ ബ്രഷ് താഴെ വെക്കുന്ന ഇമ്രോസ് പിന്നീട് ഒരിക്കലും ഒരു ചിത്രം പോലും വരയ്ക്കുന്നില്ല. അമൃത പോയ ശേഷം ഗുരുമുഖിയിൽ അവരെക്കുറിച്ച് കവിതകൾ എഴുതിയ അദ്ദേഹം തന്റെ ഒരു കവിതയിൽ ഇങ്ങനെ കുറിച്ചു, അവൾ ഇവിടെ തന്നെയുണ്ട്. ഇമ്രോസിന്റെ അവസാന വർഷങ്ങൾ മുംബൈയിലായിരുന്നു. 2023 ഡിസംബർ 23 അന്തരിച്ച അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അമൃതയുടെ ചെറുമകൾ ശില്പിയാണ് അന്ന് ചെയ്യുന്നത്. തന്റെ 97 വയസ്സിൽ നമ്മെ വിട്ട് ഇമ്രോസ് അങ്ങ് സ്വർഗത്തിലേക്ക് ചെല്ലുന്നതോടെ അമൃതയും ഇമ്രോസും തമ്മിൽ വീണ്ടും സന്ധിച്ചു കാണും. അവന്റെ ക്യാൻവാസിനുള്ളിലെ ഒരു നിഗൂഢ രേഖ പോലെ അവന്റെ ഭാവനയുടെ പ്രതിഫലനമായി അവനെ സദാ നിശബ്ദം വീക്ഷിച്ചുകൊണ്ട് അമൃത ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.